Hey guys, welcome back to Encyclopedia. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. സോ ഇറങ്ങിയ ദിവസം തന്നെ രാവിലത്തെ ഷോ 10 മണീൻ്റെ ഷോ കണ്ടു ഇപ്പം ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ. ആൻഡ് ഓൾ ഐ ഹാവ് ടു സേ ഈസ് ദിസ് ഈസ് ദ ഒറിജിനൽ, ദ മോസ്റ്റ് ഒത്തൻറ്റിക് ആൻഡ് ദ പെർഫെക്റ്റ് സ്പൈഡർമാൻ ഫിലിം, ലൈവ് ആക്ഷൻ സ്പൈഡർമാൻ ഫിലിം ഇൻ ഇയേഴ്സ്. ആൻഡ് ഈസിലി ടോം ഹോളൻഡിൻ്റെ ബെസ്റ്റ് സ്പൈഡർമാൻ ഫിലിം, MCUവിലെ ഏറ്റവും ബെസ്റ്റ് സ്പൈഡർമാൻ ഫിലിം. ആൻഡ് യെസ്, I am proudfully and so happy to say that the best ever Spider-Man film after Spider-Man 2 starring Tobey Maguire. Spider-Man 2 എന്ന് പറയുന്നത് ടോബി മഗ്വയറിൻ്റെ Spider-Man 2 എന്ന് പറയുമ്പോൾ അത്രത്തോളം കോമിക് ബുക്ക് ഫിലിം ഹിസ്റ്ററികളിൽ തന്നെ ഗ്രേറ്റസ്റ്റ് ഫിലിമുകളിൽ ഒന്നായിട്ടാണ് സാം റൈമീൻ്റെ Spider-Man 2 നമ്മൾ വാഴ്ത്തപ്പെട്ടത്. അത്രത്തോളം പീക്ക് ഒരു പടമാണ്. കാരണം അതിൻ്റെ മേക്കിങ്ങും എല്ലാം, ഇമോഷൻ എല്ലാം യൂഷ്വൽ CBM പരിപാടികളിൽ നിന്ന് ഒരു വേറെ റേഞ്ച് ക്ലാസ്സി സാധനമാണ്. അതിന് ശേഷം വന്നതിൽ വെച്ചിട്ട് ഏറ്റവും അത് കഴിഞ്ഞിട്ട് 20 വർഷങ്ങളാണ് കഴിഞ്ഞു, 20 വർഷത്തിൻ്റെ മേലെയായിട്ട് വന്നതിൽ ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ്, ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത എന്താണോ സ്പൈഡർമാൻ അതിൻ്റെ കോറ് കാണിച്ച ഏറ്റവും ബെസ്റ്റ് ആൻഡ് പെർഫെക്റ്റ് പടം, അതാണ് ബ്രാൻഡ് ന്യൂ ഡേ. ഡസ്റ്റിൻ ഡാനിയൽ ക്രീറ്റൺ, ദ ഡയറക്ടർ ഓഫ് ഷാങ്-ചി, അയാൾ ഈ പടം ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വേറെ ലെവൽ സാധനം പ്രതീക്ഷയാണ്. അപ്പം പ്രതീക്ഷേൻ്റെ അപ്പുറം സാധനം തന്നെ അയാൾ തന്നു. കാരണം കുറേയൊക്കെ സ്റ്റൈലൈസ്ഡ് ആക്ഷനും കാര്യങ്ങളൊക്കെ മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇയാളൊരു കോമിക് ബുക്ക് നിറച്ച് പറിച്ച് നടുക എന്നൊക്കെ പറയില്ലേ, ലൈവ് ആക്ഷനിലേക്ക് പാക്കെ അങ്ങ് ഒരു കോമിക് ബുക്ക് സാധനം വന്നാൽ എങ്ങനെ ഇരിക്കും. ഇതാണ് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. ഇതാണ് ദ ഒറിജിനൽ സ്പൈഡർമാൻ. അതിൻ്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ഇയാൾ പീക്കായി ചെയ്തു. വേറെ ഒന്നും പറയാനില്ല, കിടിലൻ പടം, ഒരു രക്ഷ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ലോകത്തെ തന്നെ മോസ്റ്റ് ക്രേസിയസ്റ്റ് സ്പൈഡർമാൻ ഫാൻ എവറാണ്. സ്പൈഡർമാൻ ഇല്ലെങ്കിൽ ഞാനില്ല. മറ്റേ ഈ അത്രത്തോളം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത, സ്വാധീനിച്ച് ഇമ്പാക്റ്റ് ചെയ്ത ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ഇല്ല. ഞാൻ മുട്ടിലഴിയുന്ന പ്രായം തൊട്ടിട്ട് ഇപ്പം എനിക്ക് ഈ ഒരു അഡൽട്ട് ഹുഡിൽ എത്തിയിട്ട് പോലും ഇത്രത്തോളം എന്നെ ക്രേസി ഡ്രൈവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറില്ല. ആ ഒരു ക്യാരക്ടറിൻ്റെ ദ ബെസ്റ്റ് ഫിലിം ഈ അടുത്ത വർഷങ്ങളിൽ ലൈവ് ആക്ഷൻ കിട്ടിയ എനിക്ക് അത്രത്തോളം സന്തോഷം. താങ്ക് യു ഡസ്റ്റിൻ ഡാനിയൽ ക്രീറ്റൺ. സോ പടം എന്ന് വെച്ചാൽ കിട്ടിലം പടമാണ്. ടോം ഹോളൻഡിൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആസ് സ്പൈഡർമാൻ ഓർ പീറ്റർ പാർക്കർ. എനിക്ക് തോന്നുന്നില്ല ഈവൻ ടോബി മഗ്വയർ ആൻഡ് ആൻഡ്രൂ ഗാർഫീൽഡ് പോലും ഒരു പെർഫെക്റ്റ് ബാലൻസ് ഓഫ് സ്പൈഡർമാൻ ആൻഡ് പീറ്റർ പാർക്കർ കൊണ്ട് നടന്നില്ല. ഒരാൾ ചിലപ്പോൾ നല്ലൊരു പീറ്റർ പാർക്കർ ആയിരിക്കും, മറ്റൊരാൾ നല്ലൊരു സ്പൈഡർമാൻ ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കുമ്പം രണ്ടിൻ്റെയും മിക്സ് ബെസ്റ്റായിട്ട് ടോം ഹോളൻഡ് ചെയ്തിട്ടുണ്ട്. ടോം ഹോളൻഡ് എനിക്ക് പേഴ്സണലി 3rd ബെസ്റ്റ് സ്പൈഡർമാൻ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഈക്വലി ഒന്നാം സ്ഥാനമാണ് ഈ ഒരു പടത്തിന് ശേഷം ടോബി മഗ്വയറിനൊപ്പരം. അല്ലെങ്കിൽ വേണമെങ്കിൽ നൊസ്റ്റാൾജിൻ്റെ ഒരു പൊടിക്ക് വേണം നമുക്ക് ടോബീനെ ഒന്നാം സ്ഥാനത്തിന് വെക്കാൻ. ഇപ്പോൾ ആൻഡ്രൂവിൻ്റെ മേലെ കയറി. കാരണം ആൻഡ്രൂ ഈസ് എ പെർഫെക്റ്റ് പീറ്റർ പാർക്കർ, ഒരു സംശയമില്ല. ആൻഡ് ടോബി ഈസ് ദ പെർഫെക്റ്റ് സ്പൈഡർമാൻ. ബട്ട് ദിസ് ഗായ് ഹാസ് ഡൺ ദ ബെസ്റ്റ് ബാലൻസ് ഓഫ് ടോം ഹോളൻഡ്. കിട്ടില്ല അത് ഇയാളെ 3 പടം, അതായത് ട്രയലജിയായ നോവേ ഹോം, ലാസ്റ്റ് വന്ന നോവേ ഹോം, അതിൻ്റെ മുന്നേ വന്ന ഫാർ ഫ്രം ഹോം, പിന്നെ ഹോം കമ്മിങ്, 3 പടത്തിൽ പോയി മൊത്തം എടുത്തിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ക്യാരക്ടറൈസേഷൻ, അത്രത്തോളം ക്യാരക്ടർ ഡെപ്ത്, അത്രത്തോളം ഒരു ഗ്രോത്താണ് ഈ പീറ്റർ പാർക്കറിന് സ്പൈഡർമാൻ ഒരു ഒറ്റ പടം കൊണ്ട് ഡസ്റ്റിൻ ഡാനിയൽ ക്രീറ്റൺ കൊടുത്തത്. അത് ആസ് എ സ്പൈഡർമാൻ ഫാൻ, ആസ് എ ഗായ് ഹൂ നോ ദ മോസ്റ്റ് എസൻസ് ഓഫ് സ്പൈഡർമാൻ ആൻഡ് പീറ്റർ പാർക്കർ ഫ്രം ദ ചൈൽഡ്ഹുഡ്, ഒരു ലൈവ് ആക്ഷൻ പടത്തിൽ കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിന്നൊരു ഓട്ടോമാറ്റിക്കലി കണ്ണീര് വരെ വന്നു. കാരണം ഇന്നെ അത്രത്തോളം പീറ്റർ പാർക്കറും സ്പൈഡർമാനും ഞാൻ അത്രത്തോളം റിലേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു റിലേറ്റബിലിറ്റീൻ്റെ പീക്ക് ലെവൽ ഒരു ലൈവ് ആക്ഷൻ പടത്തിൽ കണ്ട കാലം മറന്നേ പോയി. അപ്പോൾ അത് വീണ്ടും അതിൻ്റെ ഒരു ബെസ്റ്റ് മിക്സ് ഈ ഒരു ടോം ഹോളൻഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് എലവേറ്റ് ചെയ്യാൻ ഇവർക്ക് കൊടുത്ത ഇമോഷണൽ സീൻസും കാര്യങ്ങളും എല്ലാം അത്രത്തോളം ഗംഭീരം ആൻഡ് മനോഹരമായി. വെറും ഒരു സൂപ്പർ ഹീറോ അടി വെടി പോക്ക കാണിച്ച് പോകുന്ന ഒരു പടമല്ല, അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ഇമോഷണൽ പരിപാടി, മെസ്സേജ്, അതുപോലെ ഗ്രോത്ത്, മൂവിങ് ഓൺ, പാസ്റ്റിൽ നിന്ന് മൂവ് ചെയ്യുക, അതുപോലെ ഇവോൾവ് ആവുക, മനുഷ്യത്വം, എല്ലാം നല്ല നല്ല ഇമോഷണൽ ലെയേഴ്സൊക്കെ ടച്ച് ചെയ്തു പോകുന്ന ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഇമോഷണൽ സ്റ്റോറി ടെല്ലിങ് ആൻഡ് സൂപ്പർ ഹീറോ ഫാൻ സർവീസ്. അതാണ് ഈ ഒരു ജം ഓഫ് എ ഫിലിം എന്ന് തന്നെ പറയാം. ആവറേജ്
അതുപോലെ തന്നെ യൂഷ്വൽ മിഡ് പടന്നങ്ങ് പറഞ്ഞു വരുന്നവരെ മട്ടലെടുത്തടിക്കുക. കാരണം അവനൊന്നും മറ്റേ ഈ നോവേ ഹോം ലെവലൊന്നും വന്നില്ല വെച്ചിട്ട് ഇവന്മാർക്ക് മൾട്ടിവേഴ്സും 10 വേരിയേഷൻ അല്ല വേരിയൻ്റ് ഓഫ് എ സൂപ്പർ ഹീറോ ഒക്കെ കിട്ടിയാൽ മതി. പക്ഷേ സ്പൈഡർമാനെ പറ്റി അറിയുന്നവന് കോമിക്ക് വായിച്ച് സ്പൈഡർമാനെ കാർട്ടൂൺ കണ്ട് തലയിൽ ഭ്രാന്തായി പീറ്റർ പാർക്കർ ഞാൻ പീറ്റർ പാർക്കറാണ്, ഞാൻ സ്പൈഡർമാനാണെന്ന് പറഞ്ഞ് നടന്ന് അത്രയും ഭ്രാന്തായ ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലൈഫിൽ ടോബി മഗ്വയറിൻ്റെ സ്പൈഡർമാൻ പറഞ്ഞതിന് ശേഷം കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ് ഇത് തന്നെയായിരിക്കും. ഒരു അക്ഷരം എനിക്ക് മാറ്റി പറയാനില്ല. ദ ബെസ്റ്റ് സിൻസ് സ്പൈഡർമാൻ 2 അതാണ് ബ്രാൻഡ് ന്യൂ ഡേ. ടോക്കിംഗ് അബൌട്ട് പെർഫോമൻസ്, ടോം ഹോളണ്ട് ഹാസ് നെയിൽഡ് ഇറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ മെച്യൂർ ആയിട്ടുണ്ട്, ഗ്രോ ആയിട്ടുണ്ട്. കാരണം യൂഷ്വലി എനിക്ക് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ എന്ന് വെച്ചാൽ ഒരു ഇമ്മച്യൂർ, കളിച്ച് ചിരിച്ച് ജോളി വൈബുള്ള ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ പീക്ക് ഈ സ്പൈഡർ മാൻ എന്ന് പറഞ്ഞ പേരിലെ മാനായി മാറി, ഗ്രോ ആയി. ഹീസ് നോട്ട് എനി കിഡ് എനിമോർ, ഹീസ് നോട്ട് എ ടീനേജർ എനിമോർ. സ്പൈഡർമാൻ്റെ ഒരു അഡൽഹുഡിലേക്ക് എത്തിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഈ ലോൺലിനെസ്, ട്രോമ, ഇതെല്ലാം ഈ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് പീറ്റർ പാർക്കർ. അത് ആ ഒരു ട്രോമയെ, ആ ലോൺലിനെസ്സിനെയൊക്കെ എങ്ങനെ ചാനലൈസ് ചെയ്തിട്ട് അത് സ്പൈഡർമാനിലേക്ക് ചാനലൈസ് ചെയ്തിട്ട് എത്രത്തോളം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും അവരെ സേവ് ചെയ്യാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മെച്യൂറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നുള്ളതിൻ്റെയൊക്കെ ഒരു അത്രയും ഒരു പീക്ക് ക്യാരക്ടർ ഡെപ്തും ക്യാരക്ടർ ഗ്രോത്തുമാണ് ഈ സിനിമയിലൂടെ സ്പൈഡർമാനെ കാണിച്ചത്. അത് കിട്ടില്ലാനായിട്ട് ടോം ഹോളണ്ടിൻ കാണിച്ചിട്ടുമുണ്ട്. നല്ലൊരു അടിപൊളി അഭിനയമാണ് പുള്ളിക്കാരൻ കാണിച്ചത്. ഒരു ആവറേജ് ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത് ടോമിനെ. ബട്ട് ഇതിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെ തെളിയിച്ചാണ്. പിന്നെ സെൻഡയ, ഐ ലവ്ഡ് ഹെർ ആസ് എം ജെ ഇൻ ദിസ് ഫിലിം. കഴിഞ്ഞ 3 പടങ്ങളിലെക്കാട്ടും എനിക്ക് എം ജെ വെറുപ്പിക്കലെങ്കിലും എനിക്ക് അത്ര വലിയ കാര്യം തോന്നിയില്ലെങ്കിലും, പക്ഷേ ഈ ഒരൊറ്റ പടത്തിൽ പീറ്റർ പാർക്കറിനെ മറന്നു തന്നെ പോയി. ഇവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ തന്നെ വിട്ടു, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് കണക്ഷൻ തന്നെ വിട്ടു. എന്നിട്ട് ഈ പടത്തിലാണ് ബെസ്റ്റായിട്ട് എനിക്ക് ഇവരുടെ കെമിസ്ട്രി എന്ന് തോന്നിയത്. ഇപ്പം IRL ഹസ്ബൻഡ് വൈഫാണ്. പിന്നെ നെഡുമായിട്ടുള്ള സീൻസ് കിടിലനായിട്ടുണ്ട് ഇവരുടെ ഫ്രണ്ട്സ്. ഈ നെഡും സ്പൈഡർമാനായിട്ടുള്ള കണക്ഷൻ വിട്ടുപോയി. എന്നിട്ട് പോലും ഈ സിനിമയിലും അവരുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ കിടിലനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പണിഷർ അടിപൊളി. പണിഷറും സ്പൈഡർമാനുള്ള കോംബോ സീൻസ് കിട്ടില്ലെങ്കിൽ ഭയങ്കര കെമിസ്ട്രിയും ഭയങ്കര മറ്റേ തിയേറ്ററിൽ ആർപ്പും വിളിയൊക്കെ കിട്ടുന്ന രീതിയിലുള്ള കോംബോ സീൻസ് ഇവർക്കുണ്ട്. മാസ് ഫൈറ്റ് സീൻസ്, തോളോട് തോൾ ചേർന്നിട്ട് ഹൾക്കിനെ ഇടിക്കുന്ന സീനും, അതുപോലെ നമ്മുടെ മെയിൻ വില്ലനെ ചാമ്പാൻ പോകുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുള്ള കോമഡി സീൻസൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. പണിഷറിനെ ടൂക്കും, പണിഷർ സ്പൈഡർമാനെ ടൂക്കും, അങ്ങനെ കുറേ ഫണ്ണി ബാൻഡറൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളി വർക്കായിട്ടുണ്ട്. പിന്നെ അടിപൊളിയായിട്ടുണ്ട് പണിഷർ. ഐ നീഡ് മോർ പണിഷർ ആൻഡ് സ്പൈഡർമാൻ കോംബോ. പിന്നെ ഹൾക്കിനെ കുറേ കാലത്തിന് ശേഷം ദ ഇൻക്രെഡിബിൾ ഹൾക്കായിട്ട് കാണാൻ സാധിച്ചു. കിടിലനായിട്ടുണ്ട്. ഈ ഒരു ഹൾക്കിനെ തന്നെയാണ് ഡൂംസ്ഡേയിലെ സീക്രട്ട് വാർസിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഹൾക്കുമായിട്ടുള്ള ഫൈറ്റ് സീനൊക്കെ എച്ചാതി പീക്ക് തിയേറ്റർ കിടന്ന് കുലുങ്ങുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഹൾക്ക് അടിച്ച് പൊട്ടിക്കുക, സ്പൈഡർമാൻ ഹൾക്കിനെ ഇങ്ങനെ വലയിട്ട് വീശിയ വൗ പീക്ക് VFX ഒക്കെ സീനസാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സേഡി സിംഗ്, മൈ ലവ്, ഷീസ് മൈ വൈഫ് ഇഫ് യു ഡോണ്ട് നോ. സേഡി സിംഗ് മാൻ കിടിലൻ. യു നോ ഹൂ ഷീ ഈസ് പ്ലേയിങ്. കാരണം ഒട്ടുമിക്ക റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ തുടക്കം മുതൽ ഈ ഫിലിമിൽ കാസ്റ്റ് ചെയ്തപ്പം തന്നെ ഒരു ക്യാരക്ടറായിട്ട് സേഡിനെ റൂമർ ചെയ്തിട്ടുണ്ട്. ദ എക്സ്മാനിലെ ദാറ്റ് ഫേമസ് ഫീമെയിൽ റോൾ. സോ അത് തന്നെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. ഇത് പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ പേര് പറയാത്തത്. ഒരു ഗ്രേ ജീൻസൊക്കെ ഇട്ട് വരുന്ന ഒരു പെൺകുട്ടി. സോ കിട്ടില്ലാനായിട്ട് സേഡി സിംഗ് ചെയ്തിട്ടുണ്ട്. അത്രയും കാലിബറുള്ള നടിയാണ്. സോ ചുമ്മാ മറ്റേ ഭയങ്കര ഈ പവറൊക്കെ കാണിച്ച് പോകുന്നൊരു ക്യാരക്ടറല്ല. ഇമോഷണൽ വെയിറ്റ് ഉണ്ട്. നമ്മുടെ ചൈൽഡ്ഹുഡല്ല ട്രോമ സെറ്റപ്പൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ആക്ട് ചെയ്തു, പ്രസൻറ്റും ചെയ്തു. ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. സ്പൈഡർമാൻ്റെ ഇവരുടെ എല്ലാവർക്കും ഒരു ഇമോഷണൽ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പാസ്റ്റിലുണ്ടായ കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ അത് നമുക്ക് ഫീൽ ചെയ്യും. വി ക്യാൻ ഫീൽ ആസ് ദാറ്റ് ക്യാരക്ടേഴ്സ്. നമുക്ക് സ്പൈഡർമാൻ ആരും ഇല്ലാത്ത ഓർഫനായ സ്പൈഡർമാന് വേണ്ടി ഫീൽ ചെയ്യും. സ്പൈഡർമാൻ ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യും. വി വിൽ ഫീൽ ലൈക്ക് വി ആർ പീറ്റർ പാർക്കർ. നമുക്കതുപോലെ ഈ സേഡി സിംഗിൻ്റെ ക്യാരക്ടറുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടറായിട്ട് അതാണ് അത്രത്തോളം കിടിലനായിട്ട് ക്യാരക്ടേഴ്സിനെ റൈറ്റ് ചെയ്തത്, എക്സിക്യൂട്ട് ചെയ്തത്. അതാണ് ഈ പടത്തിൻ്റെ മെയിൻ. എബവ് ഓൾ ദ ഫൈറ്റ് സീൻ ആൻഡ് പരിപാടി, ഫൈറ്റും ടെക്നിക്കൽ പരിപാടിയൊക്കെ അറിയാലോ. മാർവൽ ഫിലിമാണ്, സ്പൈഡർമാൻ ഫിലിമാണ്. സോ ഒരു കോംപ്രമൈസും ഇല്ല. VFX ടോപ്പിന് വെച്ച് ഡോൾബി മിക്സിങ് കിട്ടില്ല. തിയറൊക്കെ പടപടാന്ന് കുല്ലുങ്ങുന്ന സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ് ദ ബെസ്റ്റ്. ഡസ്റ്റിൻ ഡാനിയൽ ക്രാറ്റൺ ആണ്, അറിയാലോ. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചിയാണ് ഷാൻസിയിലൂടെ. സോ പുള്ളിക്കാരൻ ഹാസ് ഡൺ ഇറ്റ് അഗെയിൻ. നമ്മുടെ ജാക്കി ചാൻ്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫി ടീമൊക്കെയാണ് പടത്തിലെ പരിപാടികളൊക്കെ ചെയ്തത്. കീടിയിലെ സാധനം. ക്യാമറവർക്കൊക്കെ ഓരോ ഇടി ഇമ്പാക്റ്റാണ്. ഇതാണ് ശരിക്കും സ്പൈഡർമാൻ എന്ന് പറഞ്ഞാൽ. അത്രത്തോളം അജിലിറ്റിയും ഇതൊക്കെ നടന്ന ഒരാളാണ്.
സ്പൈഡർമാൻ്റെ പീക്ക് പവറിൽ ഇങ്ങനെ പറന്ന് ഇങ്ങനെ വല വിട്ട് ഇങ്ങനെ ഇങ്ങനെ റാപ്പിഡ് സ്പീഡിൽ ചെയ്യുന്ന ആക്ഷനൊക്കെ കാണുമ്പോൾ കിടിലനായിട്ടുണ്ട്. ക്യാമറ വർക്കൊക്കെ ടു ഗുഡ്. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സിൽ വരുമ്പോൾ ആ നിഞ്ച ദ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിഞ്ച കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഫൈറ്റ് മോനെ കേണം. അതിലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഈ സ്പൈഡർമാൻ ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇതിൽ സ്പൈഡർമാൻ അഡൽഹുഡിലേക്ക് പോകുന്നുണ്ട് നമുക്കറിയാം. അപ്പം മോർ പവർ ട്രെയിലറിൽ കണ്ട മാതിരി മ്യൂട്ടേറ്റ് ആകുന്നുണ്ട് സ്പൈഡർമാൻ്റെ പവർ. അതായത് എവോൾവിങ് ആണ്. സ്പൈഡർമാൻ്റെ പീക്ക് പവറിലേക്ക് എവോൾവ് ആവുകയാണ്. നമ്മുടെ വെബ് ഷൂട്ടറൊക്കെ വിട്ട് ഓർഗാനിക്കലി ടോബി മഗറിനെ പോലെയൊക്കെ വെബൊക്കെ വിടാൻ പോകുക. അപ്പോൾ എത്രത്തോളം പവർഫുൾ ആൻഡ് പൊട്ടൻഷ്യൽ ഉള്ളൊരു സൂപ്പർ ഹീറോ ആയി മാറാം സ്പൈഡർമാൻ, സൂപ്പർ ബീയിങ് ആയി മാറാം ഉള്ളത് കാണിക്കുന്ന ഒരു എവല്യൂഷൻ സ്റ്റേജാണ് ഈ പടം. സ്പൈഡർമാൻ്റെ നമുക്ക് അറ്റ് ദ സെയിം ടൈം സ്പൈഡർമാൻ അയാളുടെ പീക്ക് പവറിലേക്ക് എവോൾവ് ചെയ്യുന്നതും ഈ പീറ്റർ പാർക്കർ ഫ്രം എ ടീനേജർ ടു അഡൽട്ടിലേക്ക് എവോൾവ് ചെയ്യുന്നതും, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമയിലെ മെയിൻ കോർ. അതാണ് ബ്രാൻഡ് ന്യൂ ഡേ. ഒരു പുതിയ ദിവസമാണ് ഈ സ്പൈഡർമാനും ഈ പീറ്റർ പാർക്കർ. ഈ പടത്തിൽ പറയുന്ന ചോദിക്കുന്നുണ്ട് സീനുണ്ട്, ആർ യു സ്പൈഡർമാൻ ഓർ പീറ്റർ പാർക്കർ? അപ്പം അവർ പറയും ബോത്ത് എന്ന് പറയും. അപ്പം ആ ഒരു ഒറ്റ ആൾ സ്പൈഡർമാൻ പീറ്റർ പാർക്കർ ഇപ്പോൾ ഒന്നാണ്, രണ്ടാളും ഈക്വലി ഇവോൾവ്ഡ് ആണ്. സോ ദ മോസ്റ്റ് മെച്യൂർ സ്പൈഡർമാൻ വി വിൽ എവർ സീ എന്നൊക്കെ വേണം പറയാം. അത്രയേ ഉള്ളൂ. കിട്ടിലൻ ആക്ഷൻ ആൻഡ് കൂവി തൊണ്ടയിലേറാനുള്ള ഹൈ സെറ്റ് പീസ് പറഞ്ഞാൽ സ്പോയിലറാവും, അങ്ങനെ കുറേ നിറഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാം കൂടെ കൊണ്ട് മാർവൽ ഫാൻ ആൻഡ് സ്പൈഡർമാൻ ഫാൻ എന്ന നിലയിൽ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം ഈവൻ നോ വേ ഹോമിനെക്കാട്ടും ആസ് എ ഫിലിം നോ വേ ഹോമിനെ വേ ബെറ്റർ പടമാണ്. ക്ലാസിക് നമ്മുടെ ടോം ഹോളൻഡിൻ്റെ ഒരു ക്യാപ്റ്റൻ അമേരിക്ക വിൻ്റർ സോൾജർ, അല്ലെങ്കിൽ ടോം ഹോളൻഡിൻ്റെ ഒരു സ്പൈഡർമാൻ 2 ടോബി മഗ്വയറുമായിട്ട്, അതാണ് ഈ പടം. ക്ലാസും ഇമോഷനും അതുപോലെ തന്നെ സെക്സി ഫിലിം മേക്കിങ്ങും ആക്ഷനും കൂടെ കൊണ്ട ഒരു ക്ലാസിക് ഫിലിം. മറ്റേ കോമിക് ബുക്കിൻ്റെ ആക്യുറസി പിഴിഞ്ഞെടുത്ത പടം. അങ്ങനെ വരുമ്പം തന്നെ ഒരു സൂപ്പർ ഹീറോ പടത്തിൻ്റെ റേഞ്ച് ആലോചിച്ചു എത്രത്തോളം പീക്കായി മാറുന്നത്. അതാണ് ഈ പടം. ത്രൂ ഔട്ട് ഒരു 4.5 ബാങ്ങർ ഓഫ് എ ഫിലിം. ഇത് ഡൂംസ്ഡേന് മുന്നേ മാർവൽ ഇറക്കി വിട്ട പീക്കാണ്. ഡൂംസ്ഡേ എനിക്ക് ഈ പടത്തിനാണ് ഡൂംസ്ഡേനേക്കാളും എനിക്ക് ഹോപ്പ് ഉണ്ടായിരുന്നത്. ആൻഡ് ഡൂംസ്ഡേ എത്രത്തോളം വർക്കാവുന്ന അറിയില്ല, വെറും ഫാൻ സർവീസിൽ ഒതുങ്ങും അറിയില്ല. മറ്റേ നോവേ ഹോമൊക്കെ പക്ക ഫാൻ സർവീസ് കഴിഞ്ഞ് മറ്റേ പഴയ സ്പൈഡർമാൻമാർ തിരിച്ചുകൊണ്ടുപോവുക. പക്ഷേ ഇതിൽ പ്ലോട്ട്, ഇമോഷണൽ വെയിറ്റ് എല്ലാം ഉണ്ട്, ഫാൻ സർവീസ് എല്ലാം കൂടെ മിക്സ്, ബെസ്റ്റ് ഓഫ് ഓൾ ദ വേൾഡ്. അപ്പം ആ ഒരു രീതിയിൽ ഡൂംസ്ഡേ വർക്കായ മാർവൽ വിൽ ബി ടോട്ടലി ബാക്ക്. സ്പൈഡർമാൻ സ്പൈഡർമാൻ ഒരു ബ്രാൻഡാണ്. ബോക്സ് ഓഫീസിനെ കൊന്നെറിയുക. ഇന്ത്യയിൽ നിന്ന് തന്നെ അത്രത്തോളം കളക്ഷൻ കിട്ടും. ഇപ്പം വേൾഡ് വൈഡ് പറയണ്ട, $1 ബില്യൺ 2.5 ബില്യൺ എന്തായാലും കയറും. പിഴിഞ്ഞെടുക്കുക. അത്രയും കിടിലൻ പടം. സാറ്റിസ്ഫാക്ഷൻ്റെ പീക്കിൽ നിന്നിട്ടാണ് എസ് എ സ്പൈഡർമാൻ ആൻഡ് മാർവൽ ഫാൻ ഞാൻ ഇപ്പം ഇത് പറയാൻ തുടങ്ങിയാൽ എനിക്ക് നിർത്താൻ പറ്റില്ല. അത്രത്തോളം എൻജോയ് ചെയ്ത്, അത്രത്തോളം ഓരോ സീനും എനിക്ക് കണക്റ്റീവ് മീൻസ് എനിക്കത് ഫീലായി. ഞാനൊരു ക്യാരക്ടറായി കണക്റ്റ് ആയി. കാരണം പണ്ട് മുതലേ ഞാൻ സ്പൈഡർമാൻ ആൻഡ് പീറ്റർ പാർക്കറായിട്ട് അത്രത്തോളം കണക്റ്റഡ് ആയ ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പം അത്രത്തോളം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മളുടെ ഒരു വെർഷനെ തന്നെ കാണുന്നത്, നമ്മളാവണം എന്ന് ആഗ്രഹിച്ച ഒരു ക്യാരക്ടറാണ്. മോസ്റ്റ് ബ്രാൻഡഡ് സൂപ്പർ ഹീറോ എവർ. ബാറ്റ്മാനും ഒക്കെ പോലെ തന്നെ. ബാറ്റ്മാനേക്കാളും മാർക്കറ്റ് വാല്യൂ കൂടെ ഉണ്ട് സ്പൈഡർമാൻ. സ്പൈഡർമാൻ മെറന്യൂടെ ഇസ് ദ ബെസ്റ്റ്. മ്യൂസിക്കും കിട്ടുന്നതായിട്ട് ആക്ഷൻ എല്ലാം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്, അത് ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരിക്കും. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡെയർ ഡെവിൽ എൻട്രിക്കൊക്കെ ഞാൻ കുറേ കാത്തു നിന്നിട്ടുണ്ട്. സോ ഡെയർ ഡെവിൽ എൻട്രി ഒന്നും ഇല്ല. ആ ഒരു ജയിൽ ഫൈറ്റിൽ ഡെയർ ഡെവിൽ ഇപ്പോൾ വരുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഡെയർ ഡെവിൽ ഇല്ലായിട്ട് പോലും ഡെയർ ഡെവിൽ വേണമെന്നില്ല ജാതി സീൻ. സോ അങ്ങനെ വലിയ എക്സ്പെക്ടേഷനും മറ്റേ മൾട്ടിവേഴ്സൽ സാധനം ഡൂംസ്ഡേൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ കാത്തിരിക്കുകയാണ്. അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. സോ ഈ ഡൂംസ്ഡേയിൽ അറ്റ്ലീസ്റ്റ് ആ ഡൂമിനെ പിടിച്ചൊക്കെ ഇത്രയെങ്കിലും ഇവോൾവ് ആയൊരു സ്പൈഡർമാൻ വേണം. പഴയ സ്പൈഡർമാനൊക്കെ ആണെങ്കിൽ ഹി ഡസൻ ഈവൻ സ്റ്റാൻഡ് എ ചാൻസ്. നോബഡി സ്റ്റാൻഡ് എ ചാൻസ്. ഈവൻ തോറിനെ പിടിക്കാൻ പറ്റുന്നില്ല. സോ അത്ര തന്നെയാണ്. കുറേ ചിരിക്കാനും കുറേ ജെന്യൂനായിട്ട് ചിരിക്കാനുള്ള ഹ്യൂമറും നല്ല എൻഗേജിങ്ങും എൻ്റർടൈനിങ് ആയ സീൻസും എല്ലാം ഇമോഷണൽ എല്ലാം കൂടെ പരിപാടിയായിരുന്നു. കംപ്ലീറ്റ് പാക്കേജ് ഫോർ എ ഹോൾസം ഫാമിലി ആൻഡ് ഫാൻ സർവീസാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ കിടിലൻ. ഐ ലവ്ഡ് ഇറ്റ്. സോ ഈ പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവർ ജോൺ ഫ്ലിക് സൈനിങ് ഓഫ് ഫ്രം എൻസിനിക്ലോ.